ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പിടിയും കോഴിക്കറിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടല്ലോ. അപ്പോൾ ഈ പിടിയും കോഴിക്കറിയും ഇങ്ങനെ അല്ലടേ എന്നാരും പറയരുത്. കാരണം ഇതൊരു സ്പെഷ്യൽ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രഡീഷണലായിട്ട് ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കോംബോ ആണ് ഈ പിടിയും കോഴിക്കറിയും എന്ന് പറഞ്ഞാൽ. എല്ലാവരും കഴിക്കാറുണ്ട്, ഞാൻ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലാട്ടോ. അപ്പോൾ ട്രഡീഷണലായിട്ട് പിടിയും കോഴിക്കറിയും എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എനിക്ക് സജീസ് ഇന്നോവേഷൻസ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അതിൽ ഈ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതേ കണ്ടോ, ഞങ്ങൾ പിടി ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പിടി എന്ന രൂപത്തിൽ തന്നെയാണ്. ഇതിങ്ങനെ പിടിക്കും കിടന്നൊരു ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ്. സാധാരണ ചെറിയ ബൗൾസ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇതേ കോഴിക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ, വളരെ എരിവ് കുറച്ച് ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ്. അതായത് ഇത് മക്കൾക്ക് എരിവ് കുറഞ്ഞ കോഴിക്കറി മതി എന്ന് പറഞ്ഞിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കോഴിക്കറിയാണ്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കഴിക്കാം. ഒന്നുകിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ബൗൾ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിൽ നിന്ന് അല്പം കോരി ഇതിലേക്ക് ഇടുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ കഴിക്കുക ചെയ്യണം കേട്ടോ. വേണമെങ്കിലും മുക്കിയും കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മിൻറ്റ് കട്ടനാട്ടോ. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണ്. ഈ പിടിയും കോഴിക്കറിയും ഉണ്ടാക്കണം എന്നുള്ളവർ എൻ്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കണം കേട്ടോ.